സുഹൃത്തുക്കളെ, എല്ലാവരും സുഖമാണെന്ന് കരുതട്ടെ. നമ്മുടെ കൂട്ടത്തിലെ ചില മനുഷ്യരെ നമുക്കിങ്ങനെ കാണാം. തന്നെ ബാധിച്ചിരിക്കുന്ന രോഗം കാരണം ഇനി ഞാൻ 4-5 വർഷമേ ഈ ലോകത്ത് എനിക്ക് ജീവിക്കാൻ കഴിയൂ എന്നവർക്ക് ബോധ്യപ്പെടുമ്പോഴും ഉള്ളിലെ വേദനകളും പ്രയാസങ്ങളും ഉള്ളിലൊതുക്കിക്കൊണ്ട് പുറമേ സ്നേഹവും സന്തോഷവും പ്രകടിപ്പിക്കുന്നവർ. മറ്റു ചിലർ ജീവിത പങ്കാളി ഒരു അപകടത്തിൽ മരണപ്പെട്ടു പോയിട്ടും വേദനകളും നീറ്റലുകളും പുറമേ പ്രകടിപ്പിക്കാതെ തൻ്റെ മക്കൾ വിഷമിക്കും, പ്രയാസപ്പെടും എന്നാലോചിച്ചുകൊണ്ട് മക്കളുടെ മുന്നിൽ സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും ജീവിക്കുകയും രാത്രിയിൽ ലൈറ്റ് അണച്ചു കഴിയുമ്പോൾ തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെക്കുറിച്ച് ആലോചിച്ച് നെടുവീർപ്പെടുകയും സങ്കടപ്പെടുകയും ചെയ്യുന്ന മനുഷ്യർ. മറ്റു ചില മനുഷ്യർ മാതാപിതാക്കൾ ലക്ഷങ്ങൾ കടം വാങ്ങിയിട്ട് വിവാഹം ചെയ്ത് ഒരു ജീവിത പങ്കാളിയുടെ കൂടെ പറഞ്ഞയക്കുകയും 1-2 കുഞ്ഞുങ്ങളാവുകയും പക്ഷേ തൻ്റെ മകൾ തന്നെ വിവാഹം ചെയ്ത് പറഞ്ഞയച്ച വീട്ടിലെ തൻ്റെ ജീവിത പങ്കാളിയുടെയും ആ വീട്ടുകാരുടെയും മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉള്ളിലൊളിപ്പിച്ചുകൊണ്ട് അവസാനം സഹിക്കവയ്യാതെ ഈ ലോകത്തു നിന്ന് വിടവാങ്ങുമ്പോഴാണ് പലപ്പോഴും അറിയുന്നത് ആ മനുഷ്യർ അവരുടെ വേദനകൾ ഉള്ളിലൊതുക്കിയും പ്രയാസപ്പെട്ടുമാണ് ഇവിടെ കഴിഞ്ഞിരുന്നത് എന്ന്. എന്നാൽ ഏറ്റവും നല്ലത് നമ്മുടെ ഉള്ളിലെ വേദനകൾ പങ്കുവെക്കാൻ പറ്റുന്ന നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ നമുക്കുണ്ടാകണം. നമ്മുടെ ഉള്ളിലെ വേദനകളും നീറ്റലുകളും പരസ്പരം പങ്കുവെക്കാൻ കഴിയുന്ന ജീവിത പങ്കാളികളുണ്ടാകണം. അതുമല്ലെങ്കിൽ വൃദ്ധരായ നല്ല പ്രായമുള്ള അച്ഛനോ അമ്മയോ ഒക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ അമ്മയുടെ മടിത്തട്ടിൽ തൻ്റെ സങ്കടങ്ങളും പ്രയാസങ്ങളുമൊക്കെ പങ്കുവെക്കുമ്പോൾ തലയൊന്ന് തലോടിക്കൊണ്ട് ആ അമ്മയുടെ ആശ്വാസം മനസ്സിനൊരു കുളിർമയും കുളിരുമാണ്. ഇതിനൊന്നും കഴിഞ്ഞില്ലെങ്കിലും ഈ പ്രപഞ്ചത്തിൻ്റെ സർവേശ്വരനായ ദൈവത്തോട് തൻ്റെ സങ്കടങ്ങളും ആവലാതികളുമൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഒരു മഴ പെയ്തിറങ്ങുന്നത് പോലെ നമ്മുടെ ഉള്ളിലെ അസ്വസ്ഥതകളൊന്ന് പുറത്തേക്ക് മാറുമ്പോൾ ഭാരമൊന്ന് കുറഞ്ഞു കിട്ടും. ഏതുപോലെ കയ്യിലും തോളത്തുമൊക്കെ വളരെ ലഗേജുകളുമായി ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു സുഹൃത്ത് ജീവിതയാത്രകൾക്കിടയിൽ അത് ആടി ഉലയുന്നത് പോലെ ബസ്സിൽ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആടി ഉലയുമ്പോൾ ആ ബസ്സിൻ്റെ കണ്ടക്ടർ പറഞ്ഞു, നിങ്ങളുടെ ലഗേജുകൾ മേളിലേക്ക് വച്ചേക്കുക, അതവിടെ സേഫായി ഇരുന്നോളും. ലഗേജുകൾ അവിടോട്ട് കയറ്റി വെച്ച് കൈ ഫ്രീ ആയി. നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ ആരോടും പങ്കുവെക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ ദൈവത്തോട് ആ ഭരമേൽപ്പിച്ചുകൊണ്ട് നമ്മുടെ മനസ്സ് ഫ്രീ ആക്കാൻ കഴിയണം. നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ബാധിക്കുന്ന മാനസിക സംഘർഷങ്ങളിൽ നിന്നൊക്കെ ദൈവം നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.